പള്ളികളെല്ലാം ഇന്ന് കാർപ്പറ്റാണ്. അറേബ്യൻ കാർപ്പറ്റുകളും അല്ലാത്ത കാർപ്പറ്റുകളും കൊണ്ട് നിബിഡമാണ്. അതുകൊണ്ട് തന്നെ നനഞ്ഞ കാലുകൾ കൊണ്ടൊക്കെ ചവിട്ടി നനവ് കാർപ്പറ്റിൽ വന്നാൽ ദുർഗന്ധം വരാനും ഇടയുണ്ട്. പക്ഷേ പള്ളികളെല്ലാം സുഗന്ധം കൊണ്ട് പുകയിക്കണമെന്നാണ് ഇസ്ലാമിലെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഖുലഫാഉർ റാഷിദീന്റെ കാലത്ത് ഒരു ദിവസം പള്ളി പുകയിക്കണമെന്ന് നിയമമുണ്ടായിരുന്നു. ഇമാം സർക്കസി റളിയല്ലാഹു അൻഹു 745 ജനിച്ച മഹാനാണ്. അവരുടെ ഇഅ്ലാമുസ് സാജിദ് ബിഅഹ്കാമിൽ മസാജിദ് എന്ന പള്ളികളുടെ വിധികൾ മാത്രം പറയുന്ന ഒരു ഗ്രന്ഥമാണത്. മസ്ജിദുൽ ഹറാം, മസ്ജിദുൻ നബവി, മസ്ജിദുൽ അഖ്സ എന്ന 3 പള്ളികൾ, മറ്റുള്ള പള്ളികൾ, ഇവിടെയൊക്കെ കുറിച്ച് മസ്അലകൾ, വിധികൾ പറയുന്ന ആ ഗ്രന്ഥത്തിൽ പറയുന്ന കാണാം, യുസ്തഹബ്ബു തജ്മീറുൽ മസ്ജിദി ബിൽ ബുഖൂർ, പള്ളി നല്ല സുഗന്ധം കൊണ്ട് പുകയിക്കൽ സുന്നത്താണ്. വകാന അബ്ദുല്ലാഹിബ്നു മുജമ്മിർ യുജമ്മിറുൽ മസ്ജിദ ഇദാ ഖഅദ ഉമർ അലൽ മിമ്പർ. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്താണ് ഇത് നടപ്പാക്കിയത്. ഖുലഫാഉർ റാഷിദീങ്ങൾ നടപ്പാക്കിയ ചട്ടങ്ങൾ ഇസ്ലാമിനെ എല്ലാവരും പിന്തുടരൽ അത് ഇസ്ലാമിന്റെ ഭാഗമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ആ അർത്ഥത്തിൽ പള്ളി സുഗന്ധപൂരിതമാണോ, കടന്നു വരുന്ന വിശ്വാസികൾക്ക് മനം കുളിർക്കണം, പോരാ, വിശ്വാസികളുടെ മനസ്സിൽ സന്തോഷം വരുന്നതോടുകൂടെ അതിലേറെ വിശുദ്ധന്മാരായ മലക്കുകൾ പള്ളിയിൽ വരും. ജമാഅത്ത് നിസ്കാരത്തിനും പ്രത്യേകിച്ച് തറാവീഹിൻ്റെ നിസ്കാരങ്ങൾ, അതുപോലെ തന്നെ പെരുന്നാൾ, വെള്ളിയാഴ്ച രാവുകൾ, പുണ്യ ദിവസങ്ങളിലെല്ലാം മലക്കുകൾ അസംഖ്യം വന്നു പോകും. അവർ ലാ യകുലൂന തഅമ വലാകിൻ യുഹിബ്ബൂന തീബ എന്നാണ്, സുഗന്ധത്തിനെ വല്ലാണ്ട് ഇഷ്ടപ്പെടുന്നവരാണ്. അപ്പോൾ അവരെയും പരിഗണിച്ചിട്ടും വിശ്വാസികൾക്ക് സന്തോഷവും സമാധാനവും കടത്തുക ഹൃദയത്തിൽ നിന്നുള്ളത് വലിയൊരു അമലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. ഇത് പള്ളി കമ്മിറ്റികൾ നടപ്പാക്കുന്നത് നല്ലതാണ്. പള്ളി കമ്മിറ്റിയിൽ വരുന്ന വരുമാനം കൊണ്ട് ഇതെല്ലാം ചെയ്യുന്നത് ഒരു അധികപ്പറ്റല്ല. മറ്റുള്ള വ്യക്തികൾക്ക് ഇത് എന്ത് ചെയ്യാം, കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് നേർച്ചയാക്കി പള്ളി സുഗന്ധം പൂശാൻ അല്ലെങ്കിൽ പുകയിപ്പിക്കാൻ. കായബയൊക്കെ സുഗന്ധം പൂശുന്നില്ലേ, അതിൻ്റെ ബ്രാഞ്ചുകളാണ് എല്ലാ പള്ളികളും. എല്ലാ പള്ളികളും മോടിയായിരിക്കണം, പള്ളിയിലേക്ക് വരുമ്പോൾ നല്ല വസ്ത്രമായിരിക്കണം. ബാത്റൂമിലേക്കും വെയിറ്റിംഗ് ഷെഡിലേക്കും പള്ളിയിലേക്കും ഒരു വസ്ത്രം എന്നുള്ള നയം ചില ആളുകൾക്ക് എപ്പോഴും ഉണ്ട്. അത് മാറ്റണം, എന്നാലേ വിശ്വാസികളുടെ ആരാധനകൾ കൂടുതൽ മുൻചാവാൻ കഴിയൂ എന്നാണ് ഫിഖ്ഹ് വിശാരദന്മാരുടെ നിരീക്ഷണം.